നമസ്കാരം. BJP ഞെട്ടിച്ച ചിത്രം, രാജ്യത്തെ ആകെ അത്ഭുതപ്പെടുത്തിയ ചിത്രം. സോഷ്യൽ മീഡിയയിൽ പാറ്റകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന വാർത്തകളുടെ തുടർച്ചയായി പലരും പുച്ഛിച്ചതായിരുന്നു. അവരൊക്കെ തെരുവിലിറങ്ങി സമരത്തിന് വരുമോ എന്ന് ചോദിച്ചു. അതിനൊന്നും അവരെ കിട്ടില്ല എന്ന് ചിലർ പ്രവചിച്ചു. കേസും പോലീസും കാണിച്ച് ഭീഷണിപ്പെടുത്തിയ സർക്കാർ നേതൃത്വങ്ങളും മുകളിൽ ഡെമോക്രസിൻ്റെ വാൾ പോലെ അവർക്ക് മുകളിൽ പറന്നു നടന്നു. എന്നാൽ ഒന്നും വകവെക്കാതെ അവരെത്തി, രാജ്യ തലസ്ഥാനത്തെത്തി, രാജ്യത്തെ അത്ഭുതപ്പെടുത്തി. BJP ആശങ്കയിലാക്കിയ ഒരു വലിയ തെരുവ് പ്രതിഷേധത്തിൻ്റെ, സമാധാനപരമായ പ്രതിഷേധത്തിൻ്റെ ചിത്രം. അവർ പോയി ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ വലിയ പ്രതിഷേധ സമരം നടത്തി. പ്രതിഷേധ സമരത്തിനിടയിൽ അവർ അവരുടെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവർ തിരിച്ചുപോയി. ആ സമരം, ഒരു ദിവസത്തെ പ്രഖ്യാപിത സമരം അവസാനിച്ചു. എന്നാൽ അതുയർത്തിയ ട്വിസ്റ്റുകൾ ഇപ്പോഴും പ്രകമ്പനം ഉണ്ടാക്കുകയാണ്. ആ പ്രതിഷേധം വെളിപ്പെടുത്തിയത് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ചില ആവശ്യങ്ങൾ മാത്രമല്ല, രാജ്യത്തെ യുവതലമുറയ്ക്കുള്ളിൽ വളർന്നു വരുന്ന അസ്വസ്ഥതയും നിലവിലെ ഭരണകൂടത്തോടുള്ള ചോദ്യങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുമാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് BJP മുന്നിൽ കാണുന്നത് എന്ന് നമുക്ക് ആലോചിക്കാം. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി രാജ്യത്തെ യുവജനങ്ങൾ BJPയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ അടിത്തറയാണ് എന്ന അവകാശവാദമാണ് അവർ ഉയർത്തിക്കൊണ്ടിരുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലെ സ്വാധീനം, യുവ വോട്ടർമാരുടെ പിന്തുണ, ദേശീയതയുടെ രാഷ്ട്രീയ ഭാഷ, പുതിയ ഇന്ത്യയുടെ സ്വപ്നം എന്നിവയൊക്കെ ചേർത്ത് BJP നിർമ്മിച്ച രാഷ്ട്രീയ ആഖ്യാനത്തിൻ്റെ കേന്ദ്രത്തിൽ യുവജനങ്ങളായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധിയുടെ ഏതെങ്കിലും ചിത്രത്തിനോ ഏതെങ്കിലും പ്രതികരണത്തിനോ കിട്ടുന്ന വലിയ പിന്തുണ ഇൻസ്റ്റഗ്രാമിൽ നിന്നടക്കം ഡിലീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം വരെ നമ്മൾ കണ്ടതാണ്. കാരണം അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് ഇവിടെയൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ജന്തർ മന്ദിറിലെ പ്രതിഷേധം BJPയുടെ ആഖ്യാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായി മാറി. ഈ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം അതിൻ്റെ സ്വഭാവമായിരുന്നു. സാധാരണ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സോഷ്യൽ മീഡിയയിലൂടെ രൂപപ്പെട്ട ഒരു വലിയ വികാരമാണ് ഡൽഹിയിലെ തെരുവുകളിൽ ഒഴുകിയെത്തിയത്. പോലീസ് നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. കേസുകൾ ചുമത്തപ്പെടുമെന്ന ഭീഷണികൾ ഉണ്ടായിരുന്നു. യാത്രകൾ തടയപ്പെടുമെന്ന ആശങ്കയും ഉണ്ടായിരുന്നു. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇതെല്ലാം കണക്കിലെടുത്താൽ പ്രക്ഷോഭം ക്ഷയിച്ചു പോകും എന്നാണ്, അത് വിജയിക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതിയത്. എന്നാൽ സംഭവിച്ചത് എന്താണ്? നേർ വിപരീതം. ആയിരക്കണക്കിന് യുവജനങ്ങളും വിദ്യാർത്ഥികളും ഡൽഹിയിലെത്തി, ജന്തർ മന്ദിറിലെത്തി. അവർ വെറും സാമൂഹിക മാധ്യമ ജീവികൾ മാത്രമല്ല എന്ന് തെളിയിച്ചു. കീബോർഡിന് പിന്നിൽ നിന്ന് അഭിപ്രായം പറയുന്നവരായി മാത്രം തുടരില്ല എന്നും ആവശ്യമെങ്കിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. ഇതുവരെ ഓൺലൈൻ ഇടങ്ങളിൽ മാത്രം സജീവമായിരുന്ന പലരും ആദ്യമായി പൊതു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായത് ഈ സമരത്തിൻ്റെ പ്രധാന പ്രത്യേകതയായിരുന്നു. അതുകൊണ്ട് തന്നെ ജന്തർ മന്ദിറിലെ പ്രതിഷേധം അവസാനിച്ചിട്ടും അതിൻ്റെ പ്രതിധ്വനി രാഷ്ട്രീയ വൃത്തങ്ങളിൽ തുടരുകയാണ്. പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ പുതിയ കാര്യമല്ല. എന്നാൽ BJP അസ്വസ്ഥമാക്കുന്ന കാര്യം പ്രതിഷേധത്തിൻ്റെ എണ്ണം, പങ്കെടുത്ത ആളുകളുടെ എണ്ണം മാത്രമല്ല, അതിൻ്റെ സാമൂഹിക ഘടനയാണ്. വർഷങ്ങളായി യുവജന പിന്തുണയെ രാഷ്ട്രീയ മൂലധനമാണ് എന്ന് കരുതി മുന്നോട്ട് പോകുന്ന BJPക്ക് യുവാക്കളും വിദ്യാർത്ഥികളും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായി സംഘടിതമായി രംഗത്ത് വരുന്നത് സ്വാഭാവികമായും ആശങ്കയാണ്. പ്രത്യേകിച്ച് തൊഴിൽ, വിദ്യാഭ്യാസം, പരീക്ഷാ സംവിധാനം, ഉയർന്ന പ്രവേശനം, മത്സര പരീക്ഷകളിലെ അനിശ്ചിതത്വം തുടങ്ങി വിഷയങ്ങളെല്ലാം യുവജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് അവയാണ് അവർ ഉയർത്തിയ വിഷയങ്ങൾ. ഈ വിഷയങ്ങളിലാണ് പ്രതിഷേധം കേന്ദ്രീകരിക്കപ്പെട്ടത് എന്നതും BJPക്ക് വെല്ലുവിളിയാണ്. പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടം വിദ്യാഭ്യാസ മേഖലയെ ദേശീയ ചർച്ചയുടെ കേന്ദ്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ്. നീറ്റ്, CBSE, കേന്ദ്ര സർവകലാശാലകളിലെ പരീക്ഷകൾ, ഗവേഷണ രംഗം, സ്കോളർഷിപ്പുകൾ, തൊഴിൽ സാധ്യതകൾ, മത്സര പരീക്ഷയുടെ വിശ്വാസ്യത തുടങ്ങി സിവിൽ സർവീസ് പരീക്ഷകളിലെ വരെ കെടുകാര്യസ്ഥതകൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. പ്രക്ഷോഭം വളർന്നതോടെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനെതിരായ വിമർശനങ്ങളിലേക്ക് അത് കേന്ദ്രീകരിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രി, രാജിവെക്കണമെന്ന ആവശ്യം പൊതു ആവശ്യമായി ഉയർന്നു വന്നു. വിദ്യാർത്ഥികളുടെ പ്രശ്നം മനസ്സിലാക്കാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെത് എന്ന വിമർശനത്തിലേക്കെത്തി. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മറ്റൊരു മർമ്മപ്രധാനമായ അടി കൂടി അവർ അടിച്ചത്. ധർമ്മേന്ദ്ര പ്രധാൻ നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കഴിവുകേടിനെ മറികടക്കാൻ, ഈ കഴിവുകേടുണ്ടാക്കുന്ന പ്രതിധ്വനികൾ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സോനം വാങ്ചുക്കിനെ പോലുള്ള ഒരാളെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണം എന്ന ആവശ്യം സമരവേദിയിൽ തന്നെ ഉയർന്നത്. അതൊരു വ്യക്തി എന്ന നിലയിലുള്ള മുന്നോട്ട് വെച്ച കാര്യമല്ല. നിലവിലെ വിദ്യാഭ്യാസ നയങ്ങളോടുള്ള അസംതൃപ്തിയുടെ രാഷ്ട്രീയ പ്രതീകമായിട്ടാണ് അവർ സോനം വാങ്ചുക്കിനെ ഈ സമരത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയത്. BJP പ്രതിരോധത്തിലാക്കുന്ന വാദം, എന്നാൽ അങ്ങനെ പ്രതിരോധിക്കാൻ നടത്തിയ മാർഗങ്ങളെല്ലാം പാതി വഴിയിൽ പൊളിഞ്ഞ് പാളിസായി പോകുന്നതും കണ്ടു.
പ്രത്യക്ഷത്തിൽ തന്നെ ഈ സമരത്തെ പൊളിക്കാനും പ്രകോപനമുണ്ടാക്കാനും വേണ്ടി ജയ് ശ്രീറാം വിളിച്ച് ഒരു നിരവധി സംഘങ്ങളെ അങ്ങോട്ട് പറഞ്ഞുവിട്ട കാഴ്ച ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരം ശ്രമങ്ങളെ അടിവേറിറക്കും വിധത്തിലുള്ള പ്രതികരണങ്ങൾ വളരെ പാകതയോടുകൂടി CJP ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ നേരിടുന്നത് നമ്മൾ കാണുകയാണ്. ജയ് ശ്രീറാം മുദ്രാവാക്യം വിളികളുമായി എത്തിയ സംഘങ്ങളെ ഒടുവിൽ പോലീസിന് തന്നെ നീക്കേണ്ടി വരുന്നു. പ്രക്ഷോഭത്തെ പ്രകോപിപ്പിച്ച് സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ എത്തിയത്. ആ പ്രതിഷേധക്കാർ പക്ഷേ കെണിയിൽ വീണില്ല. അവർ സമാധാനപരമായി പ്രതിഷേധം തുടർന്നു. ജയ് ശ്രീറാം വിളിക്കാർ വെറുതെ വിളിച്ചുകൊണ്ട് ഇരുന്നു. ഇവിടെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ രാഷ്ട്രീയ പാകത പ്രകടിപ്പിക്കുന്നു എന്ന വിലയിരുത്തലും വരുന്നത്. ലക്ഷ്യബോധമുള്ള ഒരു പ്രക്ഷോഭം പ്രകോപനങ്ങളെ അതിജീവിക്കുമെന്ന സന്ദേശം അവർ പുറത്തേക്ക് വിടുകയാണ്. ഒടുവിൽ പോലീസിൻ്റെ ഇടപെടൽ ആരോഗ്യകരമായി ഈ സമരത്തോട് വന്ന സമൂഹമാണ്, കൂട്ടമാണ് ഇവിടെ ഉള്ളത് എന്ന ആഖ്യാനം തിരിച്ച് മുന്നോട്ട് വെക്കുന്ന നിലയിലേക്ക് മാറി. പ്രതിപക്ഷ പിന്തുണ ആദ്യഘട്ടത്തിൽ ഒരു നിരീക്ഷകൻ്റെ നിലപാടിലായിരുന്നു. പിന്നീട് പ്രതിപക്ഷം, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ CJPയുടെ സമീപനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ആശങ്കകളിലെ ന്യായങ്ങൾ സമൂഹത്തിൽ ചർച്ചയാവണം എന്നവരാഗ്രഹിച്ചു. ആനി രാജ നേരിട്ട് സമരത്തിലെത്തി പങ്കെടുത്തു. പ്രതിഷേധ വേദിയിൽ സംഘർഷം സൃഷ്ടിക്കാൻ ചില സംഘടനകൾ ശ്രമിച്ചു എന്ന ആരോപണങ്ങൾ ആനി രാജയ്ക്കെതിരായ ആക്രമണ ശ്രമത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയായി. എന്നാൽ ഇതെല്ലാം ചേർന്നാണ് പ്രക്ഷോഭത്തിന് കൂടുതൽ ദേശീയ ശ്രദ്ധ നൽകിയത്. സാധാരണ വിദ്യാർത്ഥി പ്രതിഷേധം എന്ന പരിധിയിൽ നിന്ന് ദേശീയ രാഷ്ട്രീയ ചർച്ചയുടെ കേന്ദ്രത്തിലേക്ക് അതെത്തി. പ്രതിപക്ഷത്തിൻ്റെ ചില ആശങ്കകൾ കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് രാഷ്ട്രീയ ഐക്യമായി മാറാത്തൊരു സംവിധാനം ഏതു മട്ടിൽ മുന്നോട്ട് പോകും എന്നുള്ളത്, CJP ഏത് രാഷ്ട്രീയ ദിശയിലേക്ക് പോകും എന്നുള്ളത് അവ്യക്തമാണ്. സമ്മർദ്ദ പ്രസ്ഥാനമായി തുടരാനാണോ, ദേശീയ വിദ്യാർത്ഥി യുവജന കൂട്ടായ്മയായി മാറാനാണോ, രാഷ്ട്രീയ സംഘടനാ രൂപം കൈവരിക്കാനാണോ തുടങ്ങിയ ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. വ്യവസ്ഥാവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി ഉയർന്നു വരുന്ന ആം ആദ്മിയെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്നീട് സംഭവിക്കുന്ന മാറ്റങ്ങളും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ആം ആദ്മിയുടെ നേതൃനിര നിൽക്കുമ്പോൾ തന്നെ മറ്റു വലിയ രണ്ടാം നിരയിലെ പ്രധാന നേതാക്കൾ തന്നെ BJPയിലേക്ക് കൂടുമാറുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. ഈ സാഹചര്യമാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത്. എന്നാൽ അഭിജിത്ത് ദീപ്കെ എന്ന ഒരു വലിയ നേതൃത്വം ഉയർന്നു വന്നു എന്നുള്ളതാണ് CJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ മാർഗങ്ങളെ മുഴുവൻ, പ്രതിഷേധത്തിൻ്റെ മുദ്രാവാക്യങ്ങളെ മുഴുവൻ അഭിജിത്ത് ദീപ്കെ എന്ന പേരിലേക്ക് ഇത് കേന്ദ്രീകരിച്ചു. അദ്ദേഹത്തിൻ്റെ സമരത്തിന് ശേഷം കൂടുതലായി വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട നിലപാടുകൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ്. സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ പിന്മാറാത്ത നേതൃത്വത്തിൻ്റെ പ്രതീകമായി അദ്ദേഹം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഭീഷണികൾ വന്നാലും പ്രക്ഷോഭം ഉപേക്ഷിക്കില്ല എന്ന സന്ദേശം അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞു. ദേശീയ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വർദ്ധിച്ചതോടെ പ്രക്ഷോഭത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ജന്തർ മന്ദിറിന് ശേഷമുള്ള CJP രാഷ്ട്രീയം പ്രതിഷേധത്തിൻ്റെ യഥാർത്ഥ പ്രാധാന്യം അതിൻ്റെ വേദിയിലല്ല, അതിനുശേഷവും സംഭവിക്കുന്നു എന്നിടത്തേക്ക് വരികയാണ്. അവിടെ പ്രതിഷേധം ഒരു പരിപാടിയായി അവസാനിച്ചുവെങ്കിലും അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഉള്ളത്. വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ചർച്ചയായി മാറി. നയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതലായി ഉയർന്നു തുടങ്ങി. യുവജനങ്ങളുടെ അസംതൃപ്തി വ്യക്തമാവുകയാണ്. ഇതെല്ലാം BJPക്ക് കനത്ത വെല്ലുവിളിയായി മാറി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും പിന്നീടുള്ള മാറ്റങ്ങൾ, പുതിയ കാലത്തെ മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കുകയാണ് എന്നുള്ള ആലോചന അവർ നടത്തുകയാണ്. മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ അവർ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ജന്തർ മന്ദിറിൽ മടങ്ങിയ പ്രതിഷേധ കൂട്ടങ്ങളുടെ അനുരണനം ഏതൊക്കെ മട്ടിൽ ചെല്ലുന്നു എന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളെ സർവേകളടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് വിടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പം വരുന്നത്. അവരുയർത്തിയ ചോദ്യങ്ങളെ അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട്. ഈ പ്രതിഷേധം കൊണ്ടെല്ലാം അവസാനിക്കും എന്ന് കരുതിയ BJPക്ക് അതുകൊണ്ട് തന്നെ തെറ്റിപ്പോയി. അത് ഒരുപക്ഷെ ഒരു തുടക്കമായിരുന്നു. CJP അലയുടെ തുടർച്ചയാണ്. അണ്ണാമലയുടെ രംഗപ്രവേശം എന്ന വിലയിരുത്തലുണ്ട്. അതേസമയം കേരളത്തിലടക്കമുള്ള യുവാക്കളുടെ മനസ്സറിയാനും CJPയുടെ അനുരണനം തിരിച്ചറിയാനുമുള്ള നീക്കമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. യുവാക്കളുടെ പ്രതിനിധികളുമായി സംഭാഷണങ്ങൾ നടത്തുന്നതിന് അവർ മുന്നിട്ടിറങ്ങി എന്നാണ് വാർത്തകൾ. ഇനി മുന്നിൽ നിൽക്കുന്ന ചോദ്യം ഇതാണ്: ഈ ഉയർന്നു വരുന്ന യുവജന ശക്തിയെ BJP എങ്ങനെ നേരിടും? സംഭാഷണത്തിലൂടെയോ നയപരിഷ്കാരങ്ങളിലൂടെയോ അതോ പഴയ രാഷ്ട്രീയ കുതന്ത്രങ്ങളിലൂടെയോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അടുത്ത മാസങ്ങളിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന തുടർച്ചയായി മാറാൻ പോകുന്നത്. നിലവിലെ ഇതുവരെ സ്വീകരിച്ചിരുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ചിട്ടുള്ള പരിപാടികൾ സ്വാഭാവികമായി തുടരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേതൃത്വത്തെ ഇല്ലാതാകുന്നതല്ല ഈ പ്രതിഷേധം എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം നീക്കങ്ങൾ പരാജയപ്പെടുകയേ ഉള്ളൂ എന്നുള്ള മുന്നറിയിപ്പാണ് ഇന്നലെ ജന്തർ മന്ദിറിലെ പ്രതിഷേധവും തുടർന്നുള്ള ചർച്ചകളും എന്നുള്ളതാണ് പ്രധാന കാര്യം. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.